ഈ അടുത്തത് പറയാൻ പോകുന്നത് ക്യാമറ മൂവ്മെൻറ്റുകളെ പറ്റിയിട്ടാണ്. അതായത് വീഡിയോഗ്രാഫിക്കാണ് ഈ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. വീഡിയോഗ്രാഫിക്കുള്ള സംഭവമാണ് ക്യാമറ മൂവ്മെൻറ്റ്സ്. അതായത് ഒന്നാമത്തെ ക്യാമറ മൂവ്മെൻറ്റ് പറഞ്ഞാൽ പാനിങ് എന്ന് പറയും. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വട്ടം കറക്കി, അതായത് സ്റ്റാർട്ട് തൊട്ട് ഇവിടം വരെ ഇങ്ങനെ എടുക്കുക. അതൊരു 3 സെക്കൻഡെങ്കിലും ഒരു മിനിമം ഒരു ക്ലിപ്പ് കാണണം. അങ്ങനെയാണ് പാനിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇങ്ങോട്ടോ എടുക്കുക. ടിൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ ക്യാമറ ഇങ്ങനെ വെച്ച് ക്യാമറ ഇങ്ങനെ താഴോട്ട് എടുക്കുന്നതിനാണ് ക്യാമറ ടിൽറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് പാനിങ്, ഇത് ടിൽറ്റിങ്, ഇങ്ങനെ മേളിൽ നിന്ന് താഴോട്ട് എടുക്കുന്ന ടിൽറ്റിങ്. അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് സൂമിങ്. ഇങ്ങനെ സൂം ചെയ്യുക, ഇങ്ങനെ സൂം കുറയ്ക്കുക. അത് നമ്മുടെ ഫോണിൽ ഇങ്ങനെ സൂം ചെയ്യുന്ന സൂം ഷോട്ടുകളാണ്. സൂം കുറയ്ക്കുന്ന, സൂം ഔട്ട് ചെയ്യുക. അത് നമ്മുടെ ഈ സിനിമയ്ക്കകത്തൊക്കെ ഒരു ട്രെയിലൊക്കെ വെച്ച് തള്ളിക്കൊണ്ടെടുക്കുന്ന ട്രെയിലർ ഷോട്ട് എന്നൊക്കെ പറയും. പിന്നെ കുറേ സംഭവങ്ങൾ ഇപ്പം ഇത് പ്രധാനമായിട്ടും ഈ പാനിങ്ങും ടിൽറ്റിങ്ങും ഒക്കെ ചെയ്യുന്ന ട്രൈപ്പോഡെ ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു ഇതേ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ടിൽറ്റ് ചെയ്യുക, പാൻ ചെയ്യുക, സൂം ചെയ്യുന്നതിന് ഇങ്ങനെ സൂം ചെയ്യുക ഒക്കെ ചെയ്യുന്നത്. ക്യാമറ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഷോട്ട്, ആംഗിള്, ക്യാമറ മൂവ്മെൻറ്റ് ഇത്രയും കൂടെ ചേർന്നാണ് വീഡിയോഗ്രാഫി. അത് കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ നല്ല വിഷ്വൽ ഫോട്ടോസും നല്ല വീഡിയോസും എടുക്കാൻ സാധിക്കും. അതായത് ഇപ്പം ജസ്റ്റ് ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു പാൻ ഷോട്ട് ആദ്യമേ എടുക്കണം. ഇങ്ങനെ ഒരു ആപ്പിൾ എവിടെ ഇങ്ങനെ കൈയിരിക്കുകയാണെങ്കിൽ ആപ്പിളിൻ്റെ ഒരു എക്സ്ട്രീം ക്ലോസപ്പ്, അതായത് ആപ്പിളിൽ ഒരു വെള്ളത്തുള്ളി ഇരിക്കുന്നത് അല്ലെങ്കിൽ വെള്ളത്തുള്ളി വീഴുന്നതായിട്ട് എക്സ്ട്രീം ക്ലോസപ്പ് എടുക്കണം ആദ്യമേ. അല്ലെങ്കിൽ ഒരു ഉറുമ്പ് ആപ്പിളെ കൂടെ കയറി പോകുന്നതിൻ്റെ നല്ല എക്സ്ട്രീം ക്ലോസപ്പ് എടുക്കുക. അപ്പം നമ്മുടെ വീഡിയോഗ്രാഫിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോഗ്രാഫിയിലുള്ള ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉറുമ്പ് നടന്നു പോകുന്നുണ്ടെങ്കിൽ ക്യാമറയ്ക്ക് മൂവ്മെൻറ്റ് കൊടുക്കണമെന്നില്ല. സമയം ഒബ്ജക്റ്റ് ഫ്രീസ് ആണെന്നുണ്ടെങ്കിൽ ക്യാമറയ്ക്ക് മൂവ്മെൻറ്റ് കൊടുക്കണം. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ ഒരു ആപ്പിളെ കൂടെ ഉറുമ്പ് കയറി പോകുന്ന എക്സ്ട്രീം ക്ലോസപ്പ് എടുത്ത് വെച്ച് അപ്പോൾ ഉറുമ്പിന് മൂവ്മെൻറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ക്യാമറ മൂവ് ചെയ്യണമെന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു സൂം ഔട്ട് വയ്യെ കൊടുക്കാം. അപ്പോൾ അത് വൈഡിലേക്ക് വയ്യെ മാറും. അപ്പം അങ്ങനെ വേണേൽ എടുക്കാം. അല്ലെങ്കിൽ ആപ്പിൾ ഒരു 5 ആപ്പിൾ കൂടിയിരിക്കുന്നതിൻ്റെ ഒരു പാൻ ഷോട്ട് എടുക്കാം. അപ്പോൾ അത് ക്യാമറ ഹൈ ലെവലിൽ ഇരിക്കുന്നു, അല്ലെ ഹൈ ലെവൽ ഇപ്പോൾ ഇങ്ങനെ ആപ്പിൾ ഒരു ടേബിളിൽ ഇരിക്കുകയാണെങ്കിൽ ആപ്പിളെ ഇത് ഹൈ ലെവലിൽ ആ ക്യാമറ ഇരിക്കുന്നു, വൈഡ് ആംഗിളാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ 5 ആപ്പിളിൻ്റെ ഒരുമിച്ച് കാണിക്കുന്നെങ്കിൽ അത് വൈഡാവും. വൈഡ് ആംഗിൾ ഒന്ന് പാൻ ചെയ്ത് കാണിക്കാം. എക്സ്ട്രീം ലോങ് ആയി, ഹൈ ലെവൽ ക്യാമറയായി, ഒരു പാനിങ് ഷോട്ടായി, അതിലെ ഒരു ടിൽറ്റിംഗ് ഷോട്ടായി. ഇത് മൂന്നും കൂടെ യോജിപ്പിച്ച് വീഡിയോയോ ഫോട്ടോയോ എടുക്കുന്നതിനാണ് ക്രിയേറ്റീവായിട്ട് വീഡിയോഗ്രാഫി അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. നിങ്ങളൊരു മൊബൈലിലാണെങ്കിലും ഒരു ക്യാമറയിലാണെങ്കിലും ഫോട്ടോയോ വീഡിയോ എടുക്കുമ്പോൾ ഈ പറഞ്ഞ ഷോട്ട്, ആംഗിള്, ക്യാമറ മൂവ്മെൻറ്റ് ഇവ ശ്രദ്ധിച്ചെടുത്താൽ നല്ല കിട്ടില്ല ഫോട്ടോസും വീഡിയോസും എടുക്കാൻ സാധിക്കുന്നതാണ്.